അബോർഷൻ കഴിഞ്ഞ സ്ത്രീകളുടെ അതിപ്പോൾ ഏത് മാസത്തിലാണെങ്കിൽ പോലും എസ്പെഷ്യലി മെഡിക്കൽ അബോർഷൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് ബ്ലീഡിങ് നിൽക്കാതെ വരുമ്പോൾ അവരുടെ ഒരു കോമൺ സംശയമാണ് എന്തെങ്കിലും മിച്ചം ഉള്ളിൽ ഇരിപ്പുണ്ടോ എന്നുള്ളത്. അങ്ങനെ മിച്ചം എന്തെങ്കിലും ഉള്ളിൽ ഇരിപ്പുണ്ടോ, മുഴുവനായിട്ടും അബോർഷൻ ആയിട്ടില്ലയോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് 2-3 മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമാണ് ലാബിൽ ചെന്ന് പോയിട്ട് β-HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. β-HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ പ്രഗ്നൻസി പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടോ, നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ പ്രഗ്നൻസി ലെവലിലുള്ള ഹോർമോൺ വാല്യൂ ആണ് β-HCG ചെയ്യുമ്പോൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതിലൂടെ എന്തോരം മിച്ചം അംശം ഉള്ളിൽ ഇരിപ്പുണ്ടെന്നുള്ളതും കൺഫേം ചെയ്യാവുന്നതാണ്. അങ്ങനെ കൺഫേം ചെയ്യുന്ന സമയത്ത് 2 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മിച്ചം ഉള്ളിൽ ഇരിപ്പുണ്ട്, എസ്പെഷ്യലി ഇനി അതിലേക്കൊരു രക്തയോട്ടം ഉണ്ട് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് മരുന്നിൽ പോകില്ല എന്നും സർജിക്കൽ അബോർഷൻ അതിപ്പോൾ D&Cയോ D&Dയോ എന്താണോ ടെർമിനോളജി നിങ്ങളുടെ റെസ്പെക്റ്റഡ് കൺസൾട്ടൻറ്റ് പറയുന്നത് ആ രീതിക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യേണ്ടതാണ്. ഐഡിയലി D&D അല്ലെങ്കിൽ സക്ഷൻ ഇവാക്യുവേഷൻ, ഡയലറ്റേഷൻ ഇവാക്യുവേഷൻ ആണ് ചെയ്യേണ്ടത്. യൂട്രസിനൊരു മുറിവ് ഉണ്ടാക്കാതെ, യൂട്രസിലൊരു പെർഫറേഷൻ ഉണ്ടാക്കാതെ വളരെ സേഫായിട്ട് അബോർഷൻ മിച്ചം ഇരിക്കുന്ന പ്രോഡക്ട്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സക്ഷൻ ഇവാക്യുവേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിലൂടെയും ബ്ലഡ് ടെസ്റ്റിലൂടെയും കൺഫേം ചെയ്യാവുന്നതാണ് അബോർഷൻ കംപ്ലീറ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ.